ഓക്കെ, നമുക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ കസ്റ്റംസ് ആക്ട് സെക്ഷൻ 12 ആണ്. സെക്ഷൻ 12നെയാണ് ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് ശരിക്കും ചാർജ് ചെയ്യാനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യാനുള്ള ചാർജ് ചെയ്യാനുള്ള സെക്ഷൻ വരുന്നത് 12 ആണ്. അതാണ് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 12. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ആക്ട്, കസ്റ്റംസ് ആക്ടിലോ അല്ലെങ്കിൽ any other law for the time being enforced. ഇതിനകത്ത് പറയുന്ന ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് ഷാൽ ബി ലെവിഡ് അറ്റ് സച്ച് റേറ്റ്സ് ആസ് സ്പെസിഫൈഡ് ഇൻ CTA 1975. അത്രേ പറയുന്നുള്ളൂ. സെക്ഷൻ 12 ഓഫ് ദ കസ്റ്റംസ് ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് എങ്ങനെയാണ് CTA 1975, അതായത് കസ്റ്റംസ് ടാരിഫ് ആക്ട്. അപ്പൊ ശരിക്കും കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ 12 കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതായത് കസ്റ്റംസ് ടാരിഫ് CTA 1975 എന്ത് റേറ്റ് ആണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ റേറ്റ് അനുസരിച്ചിട്ട് വേണം കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടുന്ന് നേരെ ഡ്യൂട്ടിയബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 പറഞ്ഞിട്ടുണ്ട്. ഇനി കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സെക്ഷൻ 2 ആണ്. അതിൻ്റെ അകത്ത് 2 ഷെഡ്യൂളുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇമ്പോർട്ടിനെ പറ്റി പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ഡ്യൂട്ടി ലെവി ചെയ്യേണ്ടത്. സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത് എക്സ്പോർട്ടിനെ പറ്റിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 12 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ശരി, ഗവൺമെന്റിന്റെ ഗുഡ്സ് ആണെങ്കിൽ ശരി, ഗവൺമെന്റിന്റെ ഗുഡ്സ് അല്ലെങ്കിൽ ശരി, ഇതെല്ലാം ഒരേ മാതിരി തന്നെയാണ് ഈ സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ഈക്വലി ആപ്ലിക്കബിൾ ആവും. അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചിട്ട് അവർക്ക് എക്സെപ്ഷൻസ് ഒന്നുമില്ല. ചില കാര്യങ്ങൾക്കുണ്ട്, ഈ ഡിഫൻസ് അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് ഒഴിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചത് കൊണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതൊന്നുമില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്ന ഗുഡ്സിന്റെ മുകളിൽ, അല്ലാതെ ആൾക്കാരുടെ മുകളിലല്ല. അപ്പൊ ആര് തന്നെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും സിൻസ് കസ്റ്റംസ് ഡ്യൂട്ടി ഇസ് ലെവിഡ് ഓൺ ദ ഗുഡ്സ് regardless of whether the goods are imported by the government or some non-government, അതിന് ഈക്വലി ഈ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 ആപ്ലിക്കബിൾ ആവും. അതാണ് സെക്ഷൻ 12 പറയുന്നത്. അതാണ് ചാർജിങ് സെക്ഷൻ ഓഫ് ദ കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 14. സെക്ഷൻ 14 വാല്യുവേഷൻ, എങ്ങനെയൊക്കെയാണ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സബ്സെക്ഷൻ 2 ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാൻ. അപ്പോൾ ഈ സെക്ഷൻ 14 എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 14 ജനറൽ ആയിട്ടാണ് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഗുഡ്സ്. സെക്ഷൻ 15 റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ടാരിഫ് വാല്യുവേഷൻ ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്, 16 എക്സ്പോർട്ട് ആണ്. അത്രേ ഉള്ളൂ. 16 the date of determination for rate of duty and tariff valuation of export goods. ഇത് രണ്ടും ഡേറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 3 ഡേറ്റുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തായാലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് പ്രോബ്ലം വരും. 3, അതായത് നമുക്കൊരു എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കണം. ആ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഏത് ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കുക. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ സെക്ഷൻ 14 സബ്സെക്ഷൻ 2 എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റർമിൻഡ് ബൈ ദ ബോർഡ് ഓർ അസർട്ടൈൻഡ് ഇൻ സച്ച് മാനർ ആസ് ദ ബോർഡ് മേ ഡയറക്ട്. അപ്പൊ ബോർഡ് എന്താണ് ഇവിടുത്തെ ബോർഡ്? CBIC എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. CBIC പറയുന്ന മാതിരിയുള്ള റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് വേണം എടുക്കാൻ എന്നുള്ളത് കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 14 സബ്സെക്ഷൻ 2 എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? ബോർഡാണ്. CBIC പറയുന്ന റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എടുക്കണം, അല്ലാതെ RBI പറയുന്നൊന്നും എടുക്കാൻ പറ്റില്ല. RBI പറയുന്നതോ ഇന്റർബാങ്ക് ട്രാൻസ്ഫർ റേറ്റ് ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. RBI ഇത്ര എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞു, ഇന്റർബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇത്ര പറഞ്ഞു. എനിക്കിത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലൊക്കെയാണ് ഇത് വരിക, വേറെ എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത്. പിന്നെ പറയും ബോർഡ് പറഞ്ഞു, CBIC റേറ്റ് പറഞ്ഞു. ഏത് റേറ്റ് എടുക്കുക? കസ്റ്റംസ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോർഡ് പറയുന്ന, CBIC പറയുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മനസ്സിലാക്കേണ്ടത്. ഇനി
F15 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഇപ്പൊ 3 റേറ്റ് ഉണ്ട്. ഒന്ന് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, അതാ മനസ്സിലാക്കേണ്ടത്. ആദ്യം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് കൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. റേറ്റ് ഓഫ് ഡ്യൂട്ടിയുടെ ഏത് ഡേറ്റ് ആണ് എടുക്കേണ്ടത് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതാണ് സെക്ഷൻ 15 പറയുന്നത്. സെക്ഷൻ 16 പറയുന്നത് എക്സ്പോർട്ട് ഗുഡ്സിന്റെ എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത് എങ്കിൽ ഏത് ഡേറ്റിൽ എന്നതാണ് ഡേറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി. അപ്പം ഇതിനകത്ത് 2 റേറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ച് റേറ്റ്, പിന്നെ റേറ്റ് ഓഫ് ഡ്യൂട്ടി, റേറ്റ് ഓഫ് ഡ്യൂട്ടിയുടെ ഡേറ്റ്. അപ്പൊ ഏതൊക്കെ ഡേറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ്റെ നമുക്ക് 2-3 ഡേറ്റുകൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ഏത് ഡേറ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചാർട്ട് വരയ്ക്കാം. ആ ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇത് വലിയൊരു ചാർട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിങ്ങനെ എഴുതാം. നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്, ഇമ്പോർട്ടും എക്സ്പോർട്ടും. അപ്പൊ ആദ്യം നമുക്ക് എക്സ്പോർട്ടിന് തൽക്കാലം പുറത്ത് എഴുതാൻ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് ഇമ്പോർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ നമ്മളൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് 2 രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാം. ഒന്ന് നമ്മൾ കസ്റ്റോഡിയൻ്റെ എടുത്തിട്ട് ആദ്യം നമ്മൾ ഇന്നലെ ഒരു ഫ്ലോ ഡയഗ്രം പഠിച്ചല്ലോ. അതായത് നമ്മൾ ഇമ്പോർട്ടർ ആദ്യം തന്നെ പ്രോപ്പർ ഓഫീസർക്ക് വന്നിട്ട് ഒരു ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. അപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ 1 എന്താണ്? അതായത് ക്ലിയർ ദ ഗുഡ്സ് ഫോർ ഹോം കൺസംഷൻ. ഹോം കൺസംഷൻ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് അയാളുടെ ഒരു ഓപ്ഷൻ. എന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് അയാൾ എടുത്തുകൊണ്ട് പോകും. രണ്ടാമത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്ക്, ഇമ്പോർട്ടർക്ക് എന്താണ് ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ക്ലിയർ ഫോർ വെയർഹൗസിംഗ്. വെയർഹൗസിന് ഫ്രം വെയർഹൗസ്, അതായത് ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ ഫ്രം വെയർഹൗസ്. അതായത് ഒന്നെങ്കിൽ അയാൾ നേരിട്ട് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ എടുത്തിട്ട് ഗുഡ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ അയാൾ ആദ്യം ബിൽ ഓഫ് എൻട്രി ഫോർ വെയർഹൗസിംഗ്, അതിനാണ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് നേരെ വെയർഹൗസ് കൊണ്ടിടും. പക്ഷെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ, പിന്നീട് ഒരു സമയത്ത് അയാൾ വന്നിട്ട് ആ വെയർഹൗസിനെ ക്ലിയർ ചെയ്തു പോകും. അതാണ് പറയുന്നത് ക്ലിയർ ഫോർ ഹോം കൺസംഷൻ. HT ഞാൻ എഴുതുന്നത് ഹോം കൺസംഷൻ ഫ്രം വെയർഹൗസ്. ഫ്രം വെയർഹൗസ്. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് ഇമ്പോർട്ടിന്റെ കേസിൽ. ഓക്കെ, ഇനി നമ്മൾ 2 എക്സ്ചേഞ്ച് റേറ്റുകളെ പറ്റി പറഞ്ഞു അല്ലേ? 2 റേറ്റുകളെ പറ്റി പറഞ്ഞു. ഒന്ന് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇവിടെ ഇങ്ങനെ എഴുതാൻ പോവാം. അതായത് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ്, അതിന്റെ ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അതിപ്പോ നമുക്ക് ഏതൊക്കെ മോഡിലൂടെ വരാം, ഏത് മോഡിലൂടെ വേണമെങ്കിലും വരാം. അതായത് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വെസൽ വഴിയാവാം, അതായത് സീ വഴിയായിരിക്കും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അതർ വെഹിക്കിൾ, ഇപ്പൊ ലോറി വഴിയോ അല്ലെങ്കിൽ റെയിൽവേ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഏത് വഴി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം ഹോം കൺസംഷൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഹോം കൺസംഷൻ ഓപ്ഷൻ നോക്കാം. നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡേറ്റ് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പം ഹോം കൺസംഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ഇമ്പോർട്ടർ നേരെ കൊണ്ടുവന്ന് പ്രോപ്പർ ഓഫീസർക്ക് ഒരു ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് എന്ത് ബില്ല്? അതിനെന്താ പറയുന്നത്? ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കളർ എന്തായിരുന്നു? വൈറ്റ് ആണ്. വൈറ്റ് കളറിലുള്ള ഒരു ബിൽ ഓഫ് എൻട്രി അയാൾ പ്രോപ്പർ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്തല്ലോ, അതിനൊരു ഡേറ്റ് ഉണ്ടാവും.
ഓക്കെ, ആ ഒരു പ്രത്യേക ഡേറ്റിനായിരിക്കും അയാൾ ആ വൈറ്റ് ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ആ ഡേറ്റ് എന്നാണോ ആ ഡേറ്റില് CBIC പറഞ്ഞിട്ടുള്ള റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്, അതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് അയാള് യെല്ലോ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തിട്ട് അയാൾ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കസ്റ്റോഡിയന്റെ അടുത്ത് നിന്ന് അത് നേരെ വെയർ ഹൗസ് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാള് പിന്നെ വൈറ്റ് ബിൽ ഓഫ് എൻട്രി, അപ്പൊ ഗ്രീൻ ബിൽ ഓഫ് എൻട്രി. അപ്പൊ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് യെല്ലോ ബിൽ ഓഫ് എൻട്രി ആണ്. യെല്ലോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്തിട്ട് അതിനെ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്നും പറയും. അപ്പൊ അതിനാണ് ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ്. ഒരുപാട് ഡേറ്റ്സ് വരും, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഈ ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറയും. അതായത് ഇത് യെല്ലോ കളറാണ്. അത് സബ്മിറ്റ് ചെയ്ത ആ ഒരു ഡേറ്റ് ഉണ്ട്. ഈ യെല്ലോ കളറിലുള്ള ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ആ ഡേറ്റിൽ CBIC പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം, വെയർ ഹൗസിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മൾ കസ്റ്റംസ് പോർട്ടിൽ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഗുഡ്സ് ഇറക്കിയിട്ട് കസ്റ്റോഡിയന്റെ അടുത്ത് വെക്കും. എന്നിട്ട് ഇമ്പോർട്ടർ വന്നിട്ട് രണ്ട് രീതിയിലാണ്. അതാണ് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ അയാൾ നേരെ വൈറ്റ് ബിൽ ഓഫ് എൻട്രി കൊടുക്കും, അതായത് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കും, ഗുഡ്സ് ക്ലിയർ ചെയ്തുകൊണ്ട് പോകും. അപ്പൊ ആ വൈറ്റ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ആ ഡേറ്റില് CBIC പറഞ്ഞിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ്, ആണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് പ്രോബ്ലത്തിൽ എടുക്കേണ്ടത്. ഇനിയിപ്പോ സപ്പോസ് അയാൾ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അയാൾ യെല്ലോ ബിൽ ഓഫ് എൻട്രി കൊണ്ടാണ് വരിക. അതിനാണ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിന് CBIC നോട്ടിഫൈ ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ ആ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കുന്നത്. എന്തിനാണ് ഈ ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്യാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ യെല്ലോ ബിൽ ഓഫ് എൻട്രി ആണ് കൊണ്ടുവരിക. യെല്ലോ ബിൽ ഓഫ് എൻട്രി കൊണ്ടുവന്നിട്ട് അയാൾ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കും. അപ്പൊ യെല്ലോ ബിൽ ഓഫ് എൻട്രി ഫയൽ പ്രസന്റ് ചെയ്യുന്ന ആ ഡേറ്റിൽ CBIC നോട്ടിഫൈ ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് പ്രോബ്ലം ചെയ്യാൻ എടുക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗുഡ്സ് വരുന്നത് പുറമേ നിന്നായിരിക്കും. അതായത് ഇപ്പൊ US എന്നാണെങ്കിൽ അവിടുത്തെ US ഡോളറിലായിരിക്കും അതിന്റെ ഇൻവോയ്സ് കിടക്കുന്നത്. അപ്പൊ UK എന്നാ വരുന്നത് UK പൗണ്ട്സിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ 1 UK പൗണ്ട് ഈസ് ഇക്വൽ ടു സോ ആൻഡ് സോ ഇന്ത്യൻ റുപ്പീസ്, അല്ലെങ്കിൽ 1 US പൗണ്ട് ഈസ് ഇക്വൽ ടു സോ ആൻഡ് സോ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഏത് ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബോർഡ് മാറ്റുന്നതിനനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് മാറും. അപ്പൊ ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം അത് ഇന്ത്യൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലാണല്ലോ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത ദിവസത്തെ ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡേറ്റ് ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഇനി നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എത്ര ശതമാനമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ഏത് ഡേറ്റ് എടുക്കുന്നു? ഇതിന്റെ അകത്ത് 3 കേസസ് നമുക്ക് എടുക്കണം. ഇവിടെ ആദ്യത്തേത് വെസൽ. റേറ്റ് ഓഫ് ഡ്യൂട്ടിയിൽ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് എളുപ്പമാണ്. എക്സ്ചേഞ്ച് റേറ്റ് വളരെ എളുപ്പമാണ്. ഏത് ഡേറ്റിനാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് ആ ഡേറ്റ് നോക്കിയാൽ. ഹോം കൺസംഷൻ ആണ് ക്ലിയർ ചെയ്തത് എങ്കിൽ വൈറ്റ് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക. വെയർ ഹൗസിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് എടുക്കുക, അതായത് യെല്ലോ ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് എടുക്കുക. ആ ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ റേറ്റ് ഓഫ് ഡ്യൂട്ടി കണ്ടുപിടിക്കുന്നതിൽ നമ്മുടെ മോഡ് മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം വെസൽ വഴിയാണ് വരുന്നത്, എയർക്രാഫ്റ്റ് വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തത് അതർ മോഡ്. അത് റെയിൽവേ ആവാം, ലോറി ആവാം, എന്തെങ്കിലും ആവാം, ലോറി ഓർ റെയിൽവേ. ഓക്കെ, വേറെ ഏതെങ്കിലും വെഹിക്കിൾ വഴിയാണ് വരുന്നത് എങ്കിൽ
അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഇപ്പം വെസൽ വഴി വരുന്നു, അപ്പൊ ക്ലിയറിംഗ് ഫോർ ഹോം കൺസംഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഡേറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ 2 ഡേറ്റില് നമ്മൾ എടുക്കേണ്ടത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ whichever is later ആയിട്ടുള്ള ഡേറ്റ് എടുക്കണം. അത് ഏതൊക്കെ ഡേറ്റാ? ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പഠിച്ചു. ഇമ്പോർട്ടർ കൊണ്ടുവന്നിട്ട് ആദ്യം ഹോം കൺസംഷൻ ആണെങ്കിൽ അയാൾ എന്താ സബ്മിറ്റ് ചെയ്യുക? ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ, വൈറ്റ് ബിൽ ഓഫ് എൻട്രി കൊടുക്കും പ്രോപ്പർ ഓഫീസർക്ക്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രോപ്പർ ഓഫീസർ അതൊക്കെ അസസ് ചെയ്തിട്ട് തിരിച്ച് ഇമ്പോർട്ടർക്ക് കൊടുക്കും. ഇമ്പോർട്ടർ അത് ഡെസിഗ്നേറ്റഡ് ബാങ്ക് കൊണ്ടുപോയിട്ട് ചെലാൻ അടച്ച് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് അയാളത് ക്ലിയറൻസ് ഓർഡർ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ടറിന്റെ സൈഡിൽ നിന്ന് പഠിച്ചത്. പക്ഷെ നമ്മൾ അതിന് മുമ്പ് പഠിച്ചു ഷിപ്പ് വരുന്ന സമയത്ത് ഷിപ്പിനകത്ത് ഇരിക്കുന്ന വെസലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഷിപ്പിന്റെ മാസ്റ്റർ ഓഫ് ദ വെസൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാൾ എന്താണ് പ്രോപ്പർ ഓഫീസർക്ക് കൊടുത്തിരുന്നത്? ആ ഡോക്യുമെന്റിന്റെ ഒരു പേര് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അല്ലേ? ഇമ്പോർട്ട് മാനിഫെസ്റ്റ് മാസ്റ്റർ ഓഫ് ദ വെസൽ പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കും. അത് നമ്മൾ പഠിച്ചു, വരുന്നതിന് മുമ്പ് കൊടുക്കണം എന്നൊക്കെ ഇന്നലെ നോക്കി. അങ്ങനെ പ്രോപ്പർ ഓഫീസർക്ക് ആ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പ്രോപ്പർ ഓഫീസർ അങ്ങോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു? അതിനെയാണ് GOEI എന്ന് പറഞ്ഞു, ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്, അകത്തോട്ട് വരാനുള്ള പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് ആ ഷിപ്പിന് കിട്ടിക്കഴിയുമ്പോഴാണ് ആ ഷിപ്പ് പോർട്ടിലേക്ക് വന്നിട്ട് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഷിപ്പിന് എൻട്രി ചെയ്യാം, എന്നിട്ട് ആ ഗുഡ്സ് ഇറക്കി വെക്കാം. അപ്പൊ ഇവിടെ 2 ഡേറ്റ് ഉണ്ട്. ഒന്ന് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ, അതായത് നമ്മുടെ വൈറ്റ് ബില്ല്, അത് പ്രസന്റ് ചെയ്ത ഒരു ഡേറ്റും ഉണ്ടാവും. പിന്നെ വേറൊരു ഡേറ്റ് ഉണ്ട്, അതാണ് ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്. ഓക്കെ, ഇങ്ങനെ 2 ഡേറ്റ് ഉണ്ട്. ഈ 2 ഡേറ്റിൽ ഏതാണോ ലേറ്റർ ആയിട്ടുള്ളത്, ഇപ്പൊ ആദ്യം ബിൽ ഓഫ് എൻട്രി, ഇപ്പൊ ഇമ്പോർട്ടർ ആദ്യമേ കൊണ്ടുവന്ന് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് നോക്കുക. അതായത് ഇപ്പൊ 20th ജനുവരിക്ക് ബിൽ ഓഫ് എൻട്രി കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തു, പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മാസ്റ്റർ ഓഫ് ദ വെസൽ 22ാം തീയതി 22nd ജനുവരിക്കാണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് കൊണ്ടുവന്നത്. എന്നിട്ട് അന്ന് തന്നെ പ്രോപ്പർ ഓഫീസർ തിരിച്ച് ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ്, ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുത്തെങ്കിൽ ഇവിടെ ലേറ്റർ ആയിട്ടുള്ളത് ഏതാ? 22nd. ഇത് വൈറ്റ് ബില്ല് പ്രസന്റ് ചെയ്ത ഡേറ്റ്, വൈറ്റ് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ഡേറ്റ് 20ാം തീയതി ആണെന്ന് വിചാരിക്കുക. ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് പ്രോപ്പർ ഓഫീസർ കൊടുത്തത് 22ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ലേറ്റർ എന്ന് പറയുന്നത് ഇവിടെ 22 അപ്പൊ 22ാം തീയതിയുള്ള റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കണം. 22ാം തീയതിയുള്ള റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്താണോ അതാണ് കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പൊ അത്രയും പറഞ്ഞു മനസ്സിലായോ? അത് ക്ലിയർ ആയില്ല? ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് വെസലാണെങ്കിൽ. ഇനിയിപ്പോ സെയിം നമുക്ക് എയർക്രാഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് അടുത്ത് നോക്കാം. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് whichever is later. ഇപ്പം whichever is later ഇപ്പം എയർ വഴിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ വ്യത്യാസമൊന്നുമില്ല. ഡേറ്റ് ഓഫ്, ഇവിടെ അതേമാതിരി തന്നെ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ, അവിടെ വ്യത്യാസമൊന്നുമില്ല, വൈറ്റ്. ഒരു മിനിറ്റ്. ഹലോ ആ ഓക്കെ ഇല്ല. ഹലോ അപ്പോൾ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ, വൈറ്റ് ബിൽ ഓഫ് എൻട്രി, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി മറ്റ് ഇതില് ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഇല്ല. കേൾക്കുന്നില്ലേ? ഈ വെസലിലാവുമ്പം ഇങ്ങനെ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്, കാരണം ഈ
ഇത് വെസലിന്റെ കേസ് ആകുമ്പോഴേ ഇത് പുറത്ത് ആങ്കർ ചെയ്ത് ഇടാം. ആങ്കർ ചെയ്ത് ഇട്ടിട്ട് അത് അവിടെ നങ്കൂര് അവിടെ അവർ ആങ്കർ ചെയ്യും. എന്നിട്ട് ഈ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കിട്ടി കഴിയുമ്പോഴാണ് അവർ പോർട്ടിലേക്ക് എടുത്തിട്ട് വരുന്നത്. എന്നിട്ട് അവിടെ അൺലോഡ് ചെയ്യും. എയർ വഴിയാണ് ഗുഡ്സ് വരുന്നെങ്കിൽ ഇതിങ്ങനെ ആകാശത്ത് ആങ്കർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ആ ഫ്ലൈറ്റ് അപ്പോൾ താഴോട്ട് ഇറങ്ങും. അപ്പൊ അതിനെയാണ് പറയുന്നത് ഡേറ്റ് ഓഫ് അറൈവൽ എന്ന് പറയും. ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് എയർക്രാഫ്റ്റ്. അതുകൊണ്ട് അവിടെ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നുമില്ല. പക്ഷെ സംതിങ് സിമിലർ ടു ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എയർക്രാഫ്റ്റിലുണ്ട്. ഇവിടെ ഈ ഡേറ്റ് ഓഫ് അറൈവൽ എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗുഡ്സ് അൺലോഡ് ചെയ്യാൻ പറ്റും. കാരണം പ്രോപ്പർ ഓഫീസറുടെ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇറക്കി താഴോട്ട് കൊണ്ടുവന്നാൽ അവർക്ക് ഗുഡ്സ് ഇറക്കാനൊന്നും പറ്റില്ല. അവർക്ക് കസ്റ്റംസ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറക്കി കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ അവർക്ക് ഇത് കൊടുക്കണം, അവർക്ക് ഇന്റിമേഷൻ കൊടുക്കണം ഇത് ഇറക്കിക്കൊള്ളാൻ. അതിനെയും അപ്പൊ ശരിക്കും ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറയും. ആ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് അവിടെ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുഡ്സ് ഇറക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ എന്താ പറയാ എയർപോർട്ടിന് പുറത്ത് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഡേറ്റ് ഓഫ് അറൈവൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഇത് അറൈവ് ചെയ്തത് ആ അറൈവ് ചെയ്ത ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടിയാണ് എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇനി ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്, ഞാൻ ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഇത് രണ്ടും സെയിം. ലോറി വഴിയാണെങ്കിലും ഇതിനെ തന്നെയാണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പൊ എയർക്രാഫ്റ്റ് അപ്പൊ ആകെയുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറഞ്ഞു, മറ്റൊരു അറൈവൽ റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കസ്റ്റംസ് ഇപ്പൊ ഇമ്പോർട്ട് ആണെന്ന് വിചാരിക്കുക, എക്സ്പോർട്ട് അല്ല ഇമ്പോർട്ട് ആണ്. ഓപ്ഷൻ 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇമ്പോർട്ടർ ഇത് നേരെ വന്ന പാടെ ഇത് വൈറ്റ് ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഗുഡ്സ് ക്ലിയർ ചെയ്ത് പോകാനാണ് അയാളുടെ ഉദ്ദേശം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഇയാള് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യണം. അതായത് ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, വൈറ്റ് ബിൽ ഓഫ് എൻട്രി, ആ ഒരു ഡേറ്റ് ഉണ്ടാവും. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ വെസൽ ആണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ദ വെസൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് കൊടുത്തിട്ട് അയാൾക്ക് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുക്കണം, ആ ഒരു ഡേറ്റും ഉണ്ടാവും. അപ്പൊ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദ വൈറ്റ് ബിൽ ഓഫ് എൻട്രി ഉണ്ട്, ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ലേറ്റർ ആയിട്ടുള്ളത് ആ ഡേറ്റില് റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുത്താൽ മതി. ഇനിയിപ്പോ വെസൽ ആണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് ഉണ്ട്, അല്ലെങ്കിൽ വെസൽ അല്ല എയർക്രാഫ്റ്റ് വേറെ ഏതെങ്കിലും വെഹിക്കിളോ ആണെങ്കിൽ അത് അറൈവ് ചെയ്യുന്ന ഡേറ്റ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഓപ്ഷൻ 1 പോർഷൻ ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഓപ്ഷൻ 2ലേക്ക് പോവാം. ഓപ്ഷൻ 2ല് എക്സ്ചേഞ്ച് റേറ്റ് വളരെ സിമ്പിൾ ആണ്. ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രിയിലെ ഡേറ്റ് എടുത്താൽ മതി. ഇനി ഇതേ കാര്യം തന്നെ വെസലാണ്, വെസൽ വന്നു. പക്ഷെ ഇവിടെ ഇയാൾ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഇയാൾ പ്രസന്റ് ചെയ്യുന്നത് ആദ്യം എന്താണ് നടക്കുക? അയാൾ വന്നത് ഈ യെല്ലോ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യും. യെല്ലോ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്ന ഡേറ്റിലെ അതാണ് അവിടെ ഇൻഡു ബോണ്ടില് ആ ബിൽ ഓഫ് അതിന്റെ ഡേറ്റ് വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രശ്നം തീർന്നു. ക്വസ്റ്റ്യൻ ഇവിടെ ഏത് ഡേറ്റില് റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടെണ്ണമാണ്. ഇത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് എടുത്താൽ ഇത് റേറ്റ് ഓഫ് ഡ്യൂട്ടിയാണ്. ഓക്കെ. ഇനി ഇവിടെ എല്ലാറ്റിനും 3 എണ്ണത്തിനും കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ യെല്ലോ ബിൽ ഓഫ് എൻട്രി കൊണ്ടുവന്നു, എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? അതിനെ വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് എപ്പോഴെങ്കിലും ഒരു തീയതിക്ക് അയാൾ വന്നിട്ട് ആ വെയർ ഹൗസിന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇപ്പം അയാൾ ആദ്യം യെല്ലോ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തിട്ട് പ്രോപ്പർ ഓഫീസറെ ക്ലിയറൻസ് ഒക്കെ മേടിച്ച് കസ്റ്റോഡിയന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് എടുത്തുകൊണ്ട് പോയി അത് വെയർ ഹൗസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ബിൽ ഓഫ് എൻട്രി ആണ് പ്രസന്റ് ചെയ്തത്? യെല്ലോ ബിൽ ഓഫ് എൻട്രി ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ആ ഡേറ്റ് വെച്ച് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കും. ഇനി അയാൾ വെയർ ഹൗസിൽ അതവിടെ കിടക്കും. ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ അയാൾ വെയർ ഹൗസിനുള്ള പൈസയൊക്കെ കൊടുക്കും, ആ റെന്റ് ഒക്കെ കൊടുത്ത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് അയാൾ അത് ക്ലിയർ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ജനുവരിയിൽ വെയർ ഹൗസ് കൊണ്ടിട്ടു, മാർച്ചിൽ അയാൾ അത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെയാണ് ക്ലിയറിംഗ് ഫോർ ഹോം കൺസംഷൻ ഫ്രം വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ വെയർ ഹൗസിലേക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി അയാൾ മാർച്ചിൽ തീരുമാനിച്ചു. അപ്പൊ അയാൾ വീണ്ടും പ്രോപ്പർ ഓഫീസറെ കാണാൻ വരും. അപ്പോൾ അയാൾ ഒരു ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യും. ആ ബിൽ ഓഫ് എൻട്രിയുടെ കളർ എന്തായിരിക്കും? അതാണ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഗ്രീൻ ബിൽ ഓഫ് എൻട്രി. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഇത് ഗ്രീൻ കളറാണ്. ഓക്കെ.
ഈ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്തിനുള്ളതാണ്? ഫോർ ക്ലിയറൻസ് ഫ്രം വെയർ ഹൗസ്. ഫോർ ക്ലിയറൻസ് ഫ്രം വെയർ ഹൗസ് ഫോർ ഹോം കൺസംഷൻ. ഹോം കൺസംഷന് വേണ്ടി വെയർ ഹൗസിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യും. എക്സ്ബോണ്ട് ബിൽ അല്ലെങ്കിൽ ഗ്രീൻ ബിൽ ഓഫ് എൻട്രി. അതിനൊരു ഡേറ്റ് ഉണ്ടാവും. ഡേറ്റ് ഓഫ് എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഈ ഡേറ്റ് ആണ് എന്തിന്? റേറ്റ് ഓഫ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് വെസലാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് വെസലും എയർക്രാഫ്റ്റും അതർ മോഡാകുമ്പോൾ മാറാത്തത്? കാരണം ഇപ്പൊ വെസലായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. കാരണം വെയർ ഹൗസ് കിടക്കുക. വെസൽ വഴി വന്നാലും ശരി, എയർക്രാഫ്റ്റ് വഴി വന്നാലും ശരി, റോഡ് മാർഗം വന്നാലും ശരി, റെയിൽ മാർഗം വന്നാലും ശരി, അയാളെ ഒരു ഡേറ്റിൽ ഇൻഡ്യൂ ബോണ്ട് യെല്ലോ ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് പ്രസന്റ് ചെയ്ത് ഗുഡ്സ് കസ്റ്റോഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അത് വെയർ ഹൗസ് കിടക്കുക. അപ്പൊ ഇനി നമുക്ക് ആ വെയർ ഹൗസ് നിന്നാണ് ഇത് എടുത്തു മാറ്റേണ്ടത്. അപ്പം റിഗാർഡ്ലെസ് ഓഫ് വെദർ അത് വെസലാണോ എയർക്രാഫ്റ്റ് ആണോ അതർ മോഡാണോ ഇനി പ്രസക്തിയില്ല. ഇനി വെയർ ഹൗസ് ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുപോകണം, ഹോം കൺസംഷൻ എടുത്തുകൊണ്ട് പോകണം. അപ്പൊ ഏത് ബിൽ ഓഫ് എൻട്രിയെ പ്രസന്റ് ചെയ്യാം? ബിൽ ഓഫ് എൻട്രി ഈസ് ഗ്രീൻ ബിൽ ഓഫ് എൻട്രി ഓർ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ആ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഗ്രീൻ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്ന ആ ഡേറ്റ് ആണ് റേറ്റ് ഓഫ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റേറ്റ് ഓഫ് ഡ്യൂട്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ ഓപ്ഷൻ 2 ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം എഴുതേണ്ട വെച്ചാൽ എക്സ്പോർട്ട് പറയുന്നത് സെക്ഷൻ 15 ആണ്, ഇമ്പോർട്ട് പറയുന്നത് സെക്ഷൻ 15 ആണ്. നമ്മൾ ഓർത്തിരുന്നത് ഓഫ് എന്ത്? കസ്റ്റംസ് ആക്ട് CA 1962, കസ്റ്റംസ് ആക്ട് 1962, സെക്ഷൻ 16 ഓഫ് കസ്റ്റംസ് ആക്ട് 1962. ഇനി നമുക്ക് എക്സ്പോർട്ടിലേക്ക് ചെയ്യാം. ഇനി എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോളൂ. അതിപ്പോ എക്സ്ചേഞ്ച് റേറ്റ് ഏത് ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കും? ഇപ്പൊ നമ്മൾ ഈ എക്സ്പോർട്ടിന്റെ പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടില്ല. എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വെസൽ വഴിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് നിൽക്കുക. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് ദ വെസൽ ഒരു സംഭവം പ്രസന്റ് ചെയ്യുമല്ലോ. അതാണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതേമാതിരി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിനെ എക്സ്പോർട്ട് മാനിഫെസ്റ്റോ എന്നൊക്കെ പറയും. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഗുഡ്സ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം വെക്കുക. അപ്പൊ നിങ്ങൾ മറ്റേ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പർ ഓഫീസറെ പോയി കണ്ട മാതിരി തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ പ്രോപ്പർ ഓഫീസറെ പോയി കാണണം. അപ്പൊ നിങ്ങൾ ഒരു ഡോക്യുമെന്റ് അവിടെ കൊടുക്കും. ആ ഡോക്യുമെന്റിനാണ് ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നത്. ഷിപ്പിംഗ് ബിൽ. അത് ഈ ഷിപ്പിംഗ് ബിൽ എന്ന് പറയുന്നത് വെസലിനും എയർക്രാഫ്റ്റിനുമാണ്. അതായത് വെസൽ ഓർ എയർക്രാഫ്റ്റ് ആണ് ഷിപ്പിംഗ് ബിൽ എന്ന് പറയും. ഇനി ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയും അതർ വെഹിക്കിൾ ആണെങ്കിൽ. ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നാണ് പറയാ വേറെ മോഡാണെന്നുണ്ടെങ്കിൽ. ഇതിനൊരു ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് വേണം എടുക്കാൻ എക്സ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രോപ്പർ ഓഫീസർക്ക് പോയി ഷിപ്പിംഗ് ബില്ല് കൊടുക്കും. ആ ഷിപ്പിംഗ് ബില്ലിലെ ഡേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അത് ഷിപ്പിംഗ് ബില്ല് കൊടുക്കുന്ന വെസലോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ, മറ്റേതാണെങ്കിൽ അതിന് ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നാണ് പറയുക. ഡോക്യുമെന്റ്സിന് പല പല പേരുകൾ. അപ്പൊ ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, ഇമ്പോർട്ട് ഓർഡർ, അങ്ങനെ ഇമ്പോർട്ട് റിപ്പോർട്ട്, ഇമ്പോർട്ട് മാനിഫെസ്റ്റ് എന്നാണ് പറയുക. മറ്റേത് അറൈവൽ മാനിഫെസ്റ്റ് എന്നാണ് പറയുക. പിന്നെ ഇമ്പോർട്ട് റിപ്പോർട്ട്. അതേമാതിരി ഇവിടെ ഷിപ്പിംഗ് ബില്ല് എന്ന് പറയും. വെസലും എക്സ്പോർട്ടാണ് കേസെങ്കിൽ വെസലോ എയർക്രാഫ്റ്റോ ആണെങ്കിൽ അതിന് ഷിപ്പിംഗ് ബില്ല് എന്ന് പറയും. റോഡ് മാർഗമാണ് വേറെ ഏതെങ്കിലും വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ബിൽ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയും. അതിന്റെ ഡേറ്റ്, അത് പ്രസന്റ് ചെയ്യുന്ന ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കേണ്ടത്. ഇനി റേറ്റ് ഓഫ് ഡ്യൂട്ടി, എക്സ്പോർട്ട് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഏത് ഡേറ്റിലാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതുകൂടെ കഴിഞ്ഞു. അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് ഓഫ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ഓഫീസർ ഒരു
ഇമ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഇപ്പം ഇമ്പോർട്ടർ ഒരു ബിൽ ഓഫ് എൻട്രി കൊടുക്കുമ്പോൾ അയാൾക്ക് ഒരു ഓർഡർ കൊടുത്തിരുന്നല്ലോ, തിരിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഇമ്പോർട്ടർക്ക് പ്രോപ്പർ പ്രൊസീജിയർ ഒരു ഡോക്യുമെന്റ് കൊടുക്കും. അതിന്റെ പേരെന്തായിരുന്നു? ഔട്ട് ഓഫ് ചാർജ് ഓർഡർ അല്ലെങ്കിൽ ലെറ്റ് ക്ലിയറൻസ് ഓർഡർ. ആ ക്ലിയറൻസ് ഓർഡർ കൊണ്ടാണ് നമ്മുടെ ഇമ്പോർട്ടർ കസ്റ്റോഡിയന്റെ അടുത്ത് പോയിട്ട് ഗുഡ്സ് അവിടുന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് വന്നത്. ഇത് ഇമ്പോർട്ടിന്റെ കേസ്. അതേമാതിരി തന്നെ എക്സ്പോർട്ടില് ഈ ഷിപ്പിംഗ് ബില്ല് ഇയാൾ കൊണ്ട് പ്രസന്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെക്കാം അമേരിക്കയിലേക്ക്, നമ്മൾ ആദ്യം കൊണ്ട് ഷിപ്പിംഗ് ബില്ല് പ്രസന്റ് ചെയ്യും. അപ്പൊ പ്രോപ്പർ ഓഫീസർ അതൊക്കെ നോക്കും, ഇത് പ്രോഹിബിറ്റഡ് ചെയ്ത സാധനമൊന്നും അല്ലല്ലോ ഇയാൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ വാല്യുവേഷനും അതും ഇതൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് അയാൾ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും. അതിനെയാണ് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോളാം, അതാണ് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ. ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ബൈ പ്രോപ്പർ ഓഫീസർ. ഇപ്പൊ ഷിപ്പിംഗ് ബില്ല് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പൊ അയാള് പ്രോപ്പർ ഓഫീസർ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇതെല്ലാം. പക്ഷെ ഈ ഒരു ചാർട്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ് അതാണ് ടീച്ചർ ഇങ്ങനെ കുറെ എന്താ പറയാ അവിടെയും ഇവിടെയും കുറെ ഡേറ്റ്സും കുറെ ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ പല പല ഡേറ്റുകളൊക്കെ കാണിച്ചത്? അങ്ങനെ കുറെ ഡേറ്റുകളൊക്കെ അവരിങ്ങനെ അതെന്ന് വെച്ചാൽ ടീച്ചർ പല 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 ദിവസങ്ങളിലാണ് എടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒറ്റ ചാർട്ടിലുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ റേറ്റ് ഓഫ് ഡ്യൂട്ടിക്ക് ഒരു ഡേറ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് റേറ്റിന് ഒരു ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റ് എന്നത്തെ ഡേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അപ്പം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഇമ്പോർട്ട് നോക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഇസ് വെരി വെരി സിമ്പിൾ. എന്നാണോ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റ് അത്രയും ഓർത്താൽ മതി. ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്ന ഡേറ്റ് അത് ഹോം കൺസംഷൻ ക്ലിയർ ചെയ്യാനുള്ള ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ അത് വൈറ്റ് ബിൽ ഓഫ് എൻട്രി ആയിരിക്കും. ആ വൈറ്റ് ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് പ്രസന്റ് ചെയ്ത ഡേറ്റ് എന്നാണോ ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എടുത്താൽ മതി. വളരെ സിമ്പിൾ ആണത്. ഇനിയിപ്പോ വെയർ ഹൗസിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഏത് ബിൽ ഓഫ് എൻട്രി കൊടുക്കുക? ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി ആണ്. അപ്പൊ ആ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ഡേറ്റ് ഏതാന്ന് നോക്കുക, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക. അപ്പൊ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ്, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ വെയർ ഹൗസിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഏത് മോഡ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡേറ്റേ ഉള്ളൂ. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി, അതായത് വെയർ ഹൗസിൽ നിന്ന് ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്തുകൊണ്ട് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രോപ്പർ ഓഫീസർക്ക് കൊടുക്കുന്ന ബിൽ ഓഫ് എൻട്രി ആണ് ഗ്രീൻ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ആ എക്സ്ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്നാണോ പ്രസന്റ് ചെയ്യുന്ന ആ ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടിയാണ് എടുക്കേണ്ടത്. ഇനി ഓപ്ഷൻ 1 ആണെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ വെയർ ഹൗസിൽ നിന്ന് ക്ലിയർ വെയർ ഹൗസിനല്ല, ഓപ്ഷൻ 1 എന്ന് പറഞ്ഞാൽ നേരിട്ട് ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിച്ച് എവർ ഈസ് ലേറ്റർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. വിച്ച് എവർ ഈസ് ലേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ വെയർ ഹൗസ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോവല്ല. ഇയാൾ ആദ്യം വന്ന് വൈറ്റ് ബിൽ ഓഫ് എൻട്രി കൊടുക്കും. ആ ബിൽ ഓഫ് എൻട്രിക്ക് ഒരു ഡേറ്റ് ഉണ്ടാവും. ഈ ബിൽ ഓഫ് എൻട്രി കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു ഡേറ്റ്. അതേമാതിരി അപ്പുറത്തെ സൈഡിൽ നിന്ന് മാസ്റ്റർ ഓഫ് ദ വെസൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുക്കും. ആ ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് കൊടുത്ത ഡേറ്റ്, അതായത് ഷിപ്പ് അകത്തേക്ക് വന്നിട്ട് ഗുഡ്സ് ഇറക്കിയ ഒരു ഡേറ്റ്, അതാണ് ഷിപ്പിൽ നിന്ന് ഗുഡ്സ് ഇറക്കി വെച്ച ഡേറ്റ്, അതാണ് ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ്. ആ ഒരു ഡേറ്റും ഉണ്ടാവും. ഇയാൾ ഇമ്പോർട്ടർ കൊണ്ടുവന്ന് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ഒരു ഡേറ്റ് ഉണ്ടാവും. ഈ രണ്ട് ഡേറ്റിൽ ഏതാണോ ലേറ്റർ ആയിട്ടുള്ളത് ആ ഡേറ്റ് എടുക്കണം. അത് വെസൽ ആണെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറയും. എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് അറൈവൽ ഡേറ്റ് എന്ന് പറയും. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇതെല്ലാം ഇമ്പോർട്ടിന്റെ കേസിൽ. എക്സ്പോർട്ടിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഷിപ്പിംഗ് ബില്ല് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് പ്രസന്റ് ചെയ്ത ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എടുക്കുക. ഇനി റേറ്റ് ഓഫ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ ഇഷ്യൂ ചെയ്ത ഡേറ്റ് എടുക്കുക. അതാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടിയാണ് എടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഈ ചാർട്ടിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ചാർട്ട് മനസ്സിലായി? അല്ല
ഇല്ലല്ല, ഏത് പോർഷനാ മനസ്സിലാവാത്തുള്ള വെച്ചാൽ ചോദിക്കും. അത് നിങ്ങളെ നോക്കിയാൽ മതി. ഇതേമാതിരി ചാർട്ട് ഉണ്ടാക്കിയിട്ട് അത് നോക്കുക. കാരണം ഇത് കംപ്ലീറ്റ് സംഭവം ഈ ഒരു ചാർട്ടിലുണ്ട്. ഒരുപാട് കോൺസെപ്റ്റ്സ് ഇതിൻ്റെ അകത്ത് വന്നുപോയി. കാരണം വെച്ചാൽ 3 മോഡ്സ് വന്നു. അത്ര എളുപ്പമല്ല അത് ഡൈജസ്റ്റ് ചെയ്യാൻ. ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ഇതൊരു ചാർട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഈ ചാർട്ട് പഠിച്ചാൽ മതി. ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ ഇത് എഴുതിയിട്ട് എക്സാമിന് കൊണ്ടുപോകുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത് എക്സാമിന് വരും. ഈ സാധനം എക്സാമിന് വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതാണ് ഞാനത് കീറിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഇതില്ലാതെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഈ ചാർട്ടിൽ നിന്ന് പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് 101% ഉറപ്പാണ്. ഒരു പ്രോബ്ലം ഇത് പഠിക്കേണ്ടി വരും. ഇത് പഠിക്കാതെ ഇതിന്നാണ് പ്രോബ്ലം വരാൻ പോകുന്നത്. കാരണം ഇതാണ് അവർ 5-6 ക്ലാസ് കൊണ്ട് എടുത്തതാണ്. ഞാൻ ഒറ്റ 40 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു തീർത്തത്. കാരണം ഇത് ഇങ്ങനെ കൺസൈസ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഒരുപാട് ഡേറ്റ നമ്മൾ ഒറ്റ പേജിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കതൊരു ചീറ്റ് ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞു. ഇത് മാഡം എക്സ്ചേഞ്ച് റേറ്റ് ഒരു ദിവസം എടുത്തു, റേറ്റ് ഓഫ് ഡ്യൂട്ടി വേറെ ദിവസം എടുത്തു, ഇമ്പോർട്ട് ഒരു ദിവസം എടുത്തു, എക്സ്പോർട്ട് വേറെ ദിവസം എടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്രയും ഓർക്കുക. ഇമ്പോർട്ട് എക്സ്പോർട്ട് 2 കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടിലെ കാര്യം ആദ്യം പഠിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 2 ഡേറ്റ് എപ്പോഴാണ്. ആദ്യം എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുക. അതാണ് സിമ്പിൾ. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇമ്പോർട്ട് പഠിക്കുക, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുക, പിന്നെ റേറ്റ് ഓഫ് ഡ്യൂട്ടി പഠിക്കുക. അതിൽ തന്നെ ആദ്യം ഹോം കൺസംഷൻ ഉള്ളത് പഠിക്കുക, പിന്നെ വെയർ ഹൗസിൽ നിന്ന് ക്ലിയർ ചെയ്ത് ഹോം കൺസംഷൻ ഉള്ളത് പഠിക്കുക, പിന്നെ എക്സ്പോർട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ പ്രോബ്ലം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പം ട്യൂസ്ഡേ ഇങ്ങനെ ഒരു പ്രോബ്ലം വരും. ഇപ്പൊ ഫോറിൻ ട്രേഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഹാസ് ഇമ്പോർട്ടഡ് 1 മെഷീൻ ഫ്രം ഇംഗ്ലണ്ട്. ഓക്കെ, ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കുക. ഫോറിൻ ട്രേഡ് ഇന്റർനാഷണൽ ലിമിറ്റഡ് അവരൊരു മെഷീൻ ഇമ്പോർട്ട് ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന്. എന്നിട്ട് ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് കണ്ടോ, ഇവിടെ 2 ഡേറ്റ് തന്നിരിക്കുന്നുണ്ടോ. 24th ഒക്ടോബറിന് എന്താ സംഭവിച്ചത്? ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി തന്നിട്ടുണ്ട്. ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്ത ഡേറ്റ് ആണ് 24 ഒക്ടോബർ. ഓക്കെ, 24 ഒക്ടോബറിനുള്ള ഇതിനാണ് BCD എന്ന് പറയുക. BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി. 24 ഒക്ടോബറിന് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തു. ആ ഡേറ്റിന് ഉള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് 10%. ഇങ്ങനെ പ്രോബ്ലത്തിൽ തരും. എന്നിട്ട് പറയും അതേ ദിവസം തന്നെ എക്സ്ചേഞ്ച് റേറ്റും തരും. എക്സ്ചേഞ്ച് റേറ്റ് ആസ് നോട്ടിഫൈഡ് ബൈ CBIC. ബോർഡ് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? 100 rupees. ഒരു UK പൗണ്ട്, അതായത് ഒരു UK പൗണ്ട് എന്ന് പറയുന്നത് 100 rupees ആണെന്ന് ഈ ബോർഡ് പറഞ്ഞു. ആര് പറഞ്ഞു? എക്സ്ചേഞ്ച് റേറ്റ്. അന്നത്തെ ഇതും പറയും. ഓക്കെ. ഇനി ഇവിടെ എയർക്രാഫ്റ്റ് വഴിയാണ് വരുന്നത്, വെസൽ വഴിയല്ല. അതുകൊണ്ട് ഗ്രാൻഡ് ഓഫ് എൻട്രി ഇൻവേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് അറൈവൽ എന്ന് പറഞ്ഞത്. അപ്പൊ അടുത്തത് ക്വസ്റ്റ്യനിൽ തരും. ഇങ്ങനെ തന്നെയാണ് മറ്റന്നാൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. മറ്റന്നാളല്ല, 12th. ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് എയർക്രാഫ്റ്റ്, അതിനൊരു ഡേറ്റ് ആണ് 20th വന്നത്. അതായത് എയർക്രാഫ്റ്റ് 20th വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ ബിൽ ഓഫ് എൻട്രി കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, 20th ഒക്ടോബറിന് 24th ഒക്ടോബറിന്. അപ്പൊ ആ 20th ഒക്ടോബറിനുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും പ്രോബ്ലത്തിൽ തരും. അന്ന് 20%. കണ്ടോ? അപ്പൊ അയാൾ എന്തിനാ ആക്ച്വലി വെയിറ്റ് ചെയ്തത് 4 ദിവസം? കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടോ 10% കുറഞ്ഞു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് ബിൽ ഓഫ് എൻട്രി പ്രൊസീഡ് ചെയ്താൽ മതി. പക്ഷെ ഇതിനൊക്കെ ടൈം ലിമിറ്റ്സ് ഉണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് ആക്ടിൽ. എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അയാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, വെയർ ഹൗസ് കൊണ്ടിട്ടിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇയാൾ ഇത് സ്ലാഷ്ഡ് ആയി 10% കുറഞ്ഞപ്പോൾ ഇയാൾ കൊണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തു. അന്നത്തെ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? CBIC നോട്ടിഫൈ ചെയ്ത് അത് 98 rupees. 1 UK പൗണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ,
ഇങ്ങനെ ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഏത് എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ എത്ര എടുക്കണം? വാട്ട് ഈസ് മൈ എക്സ്ചേഞ്ച് റേറ്റ്? ഇതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ മുമ്പത്തെ ചാർട്ടിൽ വരച്ചത്. പിന്നെ വാട്ട് ഈസ് മൈ BCD? വാട്ട് ഈസ് മൈ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? റേറ്റ് എത്രയാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ റേറ്റ് എത്രയാണ്? ഈ രണ്ട് ക്വസ്റ്റ്യൻ ഉത്തരം പറയാം. ആദ്യം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കാം. എക്സ്ചേഞ്ച് റേറ്റ് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആലോചിച്ച് നോക്കും. ആ മുമ്പത്തെ ചാർട്ട് ഓർമ്മയുണ്ടോ? BCD നമ്മൾ ഏത് എക്സ്ചേഞ്ച് റേറ്റ് എടുക്കും? അല്ല 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 എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് എവർ ഇസ് ലേറ്റർ അല്ല. അത് വിച്ച് എവർ ഇസ് ലേറ്റർ ഉള്ളത് റേറ്റ് ഓഫ് ഡ്യൂട്ടിയിലാണ്. ഉണ്ടോ? വിച്ച് എവർ ഇസ് ലേറ്റർ താഴെയാണ് കിടക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് മുകളിൽ. അവിടെ വിച്ച് എവർ ഇസ് ലേറ്റ് ഒന്നുമില്ല. അവിടെ വളരെ സിമ്പിൾ ആണ്. ഹോം കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി. ഹോം കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. വെയർ ഹൗസിംഗ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി. വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസന്റ് ചെയ്ത ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ. ഹോം കൺസംഷൻ ആണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ്. ദാറ്റ്സ് ഓൾ. ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ്. ഒരു കൺഫ്യൂഷനും ഇല്ല അതിൻ്റെ അകത്ത്. എക്സ്ചേഞ്ച് റേറ്റ് ഇസ് വെരി സിമ്പിൾ. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഈക്വൽ ടു ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി. അത് ഹോം കൺസംഷൻ ആണെങ്കിൽ വൈറ്റ് ബിൽ ഓഫ് എൻട്രി. ഇനി വെയർ ഹൗസിലേക്ക് ആണെങ്കിൽ യെല്ലോ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഇൻഡു ബോണ്ട് ബിൽ ഓഫ് എൻട്രി. അത്ര സിമ്പിൾ ആണ്. എക്സ്ചേഞ്ച് റേറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ആണ്. വേറെ ഒരു ക്വസ്റ്റ്യനും ഇല്ല. വിച്ച് എവർ ഇസ് ലേറ്റർ ഒന്നുമില്ല. വിച്ച് എവർ ഇസ് ലേറ്റർ വരുന്നത് അടുത്ത കേസിലാണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി BCD കണ്ടുപിടിക്കുന്ന കേസിലാണ്. അപ്പം ഇവിടെ ഏത് റേറ്റ് ആണ് എടുക്കുക? എന്താണ് അപ്പൊ ഇവിടെ ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ഏതാ? 24th October. ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് എയർക്രാഫ്റ്റ് 20th. അപ്പൊ ഇവിടെ ഏത് ഡേറ്റ് എടുക്കും? 24. എക്സ്ചേഞ്ച് റേറ്റ് ഏത് ഡേറ്റിൽ എടുക്കും? എക്സ്ചേഞ്ച് റേറ്റ് മീൻസ് ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി. ഓക്കെ. ഡേറ്റ് ഓഫ് ബിൽ ഓഫ് എൻട്രി 24 October. 24 October എക്സ്ചേഞ്ച് റേറ്റ് എത്രയാ? 100 rupees അല്ലേ? 100 rupees. ഓക്കെ. അപ്പൊ 1 UK pound is equal to 100 rupees. ഓക്കെ. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എത്രയാ? 1 UK is equal pound is equal to 100 rupees. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഡേറ്റില് BCD എടുക്കുക? അതായത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഏത് റേറ്റ് എടുക്കും? അപ്പൊ നമ്മൾ ഈ ചാർട്ടില് താഴത്തെ ചാർട്ടിലേക്ക് വരണം. അവിടെ വിച്ച് എവർ ഇസ് ലേറ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ ഏതാ റേറ്റ്? ആദ്യം ഏതാ വന്നത്? ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തത് 24ാം തീയതി. എയർക്രാഫ്റ്റ് വിച്ച് എവർ ഇസ് ലേറ്റർ ഇവിടെ? 24 October ആണ് ലേറ്റർ. അപ്പൊ ആ ലേറ്ററിന്റെ ഡേറ്റിൽ എന്തെടുക്കണം? BCD എടുക്കണം. BCD 24ാം തീയതി BCD എത്രയാ? 10%. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 100 രൂപ. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇനി ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട BCD എത്രയാണ്? 10% എടുക്കണം. 10% BCD. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി എത്ര ശതമാനം കൊടുക്കണം? 10% കൊടുക്കണം. എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 100. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും റേറ്റ് ഓഫ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്ത് എടുക്കണം. ഓക്കെ. ഞാൻ പറയട്ടെ, ഇത്രയും ഒന്ന് പഠിക്കാതെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാലേ ഇതൊന്ന് ഡൈജസ്റ്റ് ചെയ്യണ്ടേ നിങ്ങൾക്ക്? ചാർട്ട് ഓക്കെ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. ഇത് പഠിക്കുക. ഞാൻ നേരത്തെ കാണിച്ച ആ പ്രോബ്ലം നോക്കുക. ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കിയെടുക്കുക. അത്രയും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ടേബിളും കൂടെ പഠിക്കണം. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് എന്താന്നുള്ളത് പഠിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയിട്ട്
ആണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് നോക്കിയിട്ടുണ്ടോ? ആ ബുക്കിൽ എവിടെയും വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ലല്ലോ. അതിൻ്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ഡ്യൂട്ടീസ് ആയിരുന്നു അത്? അതായത് നമ്മള് ഇതിൻ്റെ അകത്ത് നമ്മൾ പലതരത്തിൽ, ഒന്ന് അസസബിൾ വാല്യൂ എന്ന് പറയും. ഞാനിപ്പോ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വേണ്ട വാല്യൂ ആണ് അസസബിൾ വാല്യൂ. ഈ അസസബിൾ വാല്യൂ എന്ന് പറയുന്ന അസസബിൾ വാല്യൂന്റെ മുകളിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഈ അസസബിൾ വാല്യൂല് നമ്മൾ ആദ്യം സ്റ്റാർട്ട്സ് വിത്ത് BCD. അതാണ് ആദ്യത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടി. ഇതിനാണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ. ഇനി അടുത്തതായിട്ട് വരുന്ന ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മുകളിൽ വരുന്നതാണ് SWS എന്ന് പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സർചാർജ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും 10% ആയിരിക്കും. ഈ BCD ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന്റെ റേറ്റ് എങ്ങനെ? തൊട്ട് മുമ്പ് ഒരു ചാർട്ട് കണ്ടില്ലേ? നമ്മൾ ആ ചാർട്ടിൽ 10% എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പ്രോബ്ലത്തിൽ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറെ ഡേറ്റ്സ് ഒക്കെ തരും. അപ്പൊ ആ ഡേറ്റിൽ നിന്ന് നമ്മൾ 10% എന്ന് കണ്ടുപിടിച്ചില്ലേ, അത് നമ്മൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യുക. അവിടുന്ന് കണ്ടുപിടിച്ച ആ 10%മാണ് BCD. ഓക്കെ. അങ്ങനെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉണ്ട്. പിന്നെ മൂന്നാമത്തേതാണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ BCD അസസബിൾ വാല്യൂ പ്ലസ് BCD പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. അങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് 3 എണ്ണം. അതിനെയാണ് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയും. അത് നിങ്ങൾ ആ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി. സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റി CVD കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഫോർ സബ്സിഡൈസ്ഡ് ഗുഡ്സ്. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, അതിനാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയും. ഇതും മാഡം ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്താണ്? ഇത് 3 എണ്ണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് IGST. അങ്ങനെ ഒരുപാട് IGSTയുടെയും ചിലപ്പം പ്രോബ്ലം തരും. പ്രോബ്ലത്തിന്റെ റേറ്റ് തരും IGST. പിന്നെ GST കോമ്പൻസേഷൻസ്. ഇത്രയും ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആഡ് ഇന്റഗ്രേറ്റഡ് ടാക്സ് അറ്റ് 12% എന്ന് പറയുന്നത്. അതിനാണ് IGST എന്ന് പറയുന്നത്. പിന്നെ കണ്ടോ, സോഷ്യൽ വെൽഫെയർ സർചാർജ് at 10%. പിന്നെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി at 10%. ഇവിടെ ഈ സാധനത്തിനെയാണ് അസസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് CIF വാല്യൂ ആണ്. ഓക്കെ. അതാണ് ഞാനിപ്പോ പറഞ്ഞ എല്ലാ ടേംസും ഈ പ്രോബ്ലത്തിന്റെ അകത്തുണ്ട്. അതായത് ഇവിടെ ഇരിക്കുന്ന ഇതാണ് അസസബിൾ വാല്യൂ. ഈ CIF വാല്യൂ ആണ് അസസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ആ CIF വാല്യൂ ആണ് അസസബിൾ വാല്യൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ BCD കണ്ടുപിടിക്കുക. ആ പ്രോബ്ലത്തിന് കണ്ടുപിടിക്കുക ഏത് റേറ്റ് ആണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ സർചാർജ്, പിന്നെ ഇന്റഗ്രേറ്റഡ് ടാക്സ്. അതൊക്കെയാണ് ഞാൻ ഇവിടെ ഇതിൻ്റെ അകത്ത് എഴുതിയത്. ചിലപ്പം ഈ 3 ബ്ലോക്കും ഉണ്ടാവില്ല. പ്രോബ്ലം തന്നതിനനുസരിച്ചിട്ട് ഈ 3 എണ്ണം 3, 4, 5 ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും IGST ആയിരിക്കും മെയിനായിട്ട്. ഞാൻ പറയട്ടെ, ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു മെത്തേഡ് കൂടെ പഠിക്കേണ്ടി വരും. ഇത് എന്താണെന്നുള്ളത്, എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും നോക്കൂ. ഒരു മിനിറ്റ്.